ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ക്ലിഫ് ഹൌസിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം അധികാരമേറ്റ് ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹം ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറുന്നത്. ഇത് വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചൊരു സംഭവം കൂടിയാണ്. ക്ലിഫ് ഹൌസിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നത്. അതോടെ കന്റോൺമെന്റ് ഹൌസ് ഒഴിയുകയാണ്. അവിടേക്ക് ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ മാറും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. 6 മണിയോടെയാണ് അദ്ദേഹം ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അല്പം വൈകിട്ടുണ്ട്. ഇപ്പോൾ 7 മണി ആകാറായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ക്ലിഫ് ഹൌസിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അജ്മൽ ദിറാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജ്മൽ, പറയും. പ്രഭിത, പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതിനു പിന്നാലെ വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷം താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ലിഫ് ഹൌസിലേക്ക് പ്രവേശിക്കുന്ന 200 മീറ്റർ അകലെയുള്ള വഴിയിലാണ്. നമുക്ക് ഇവിടെ വരെ മാത്രമാണ് മാധ്യമങ്ങൾക്കടക്കം പ്രവേശനമുള്ളത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ മുന്നണിയെ 100 സീറ്റിലധികം നേടിയ അധികാരത്തിൽ എത്തിച്ചില്ലാത്ത പക്ഷം അദ്ദേഹം വനവാസത്തിൽ പോകുമെന്നൊക്കെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നാൽ ഏറ്റവും അഭിമാനകരമെന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷം എന്നത് ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൌസിൽ നിന്നും അദ്ദേഹം മാറുന്നത് ക്ലിഫ് ഹൌസിലേക്കാണ് എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ അധികാരമേറ്റ് ഒരു മാസം പിന്നീടുമ്പോഴും അദ്ദേഹത്തിന് ക്ലിഫ് ഹൌസിലേക്ക് മാറാൻ തക്കത്തരത്തിലുള്ള സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു. ക്ലിഫ് ഹൌസിൽ നിരവധി അറ്റകുറ്റപ്പണികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മാറിയ ശേഷവും പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഈ കെട്ടിടത്തിൽ അതിന്റെ ഓടുപാകലും അതോടൊപ്പം തന്നെ ചോർച്ച പരിഹരിക്കലും പെയിന്റ് അടിക്കലും ഒക്കെയുള്ള പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് പല ഘട്ടങ്ങളിലും ഇപ്പോഴത്തെ നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഈ ക്ലിഫ് ഹൌസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒഴിഞ്ഞുകൊടുക്കാത്തതിനെതിരെ ചില വിവാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്, ചില അതൃപ്തികളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ കണ്ടോൺമെന്റ് ഹൌസ് കേന്ദ്രീകരിച്ച് നടത്തേണ്ടിയിരുന്നു, എന്നാൽ അത് നടക്കുന്നില്ല, അതിന് ചില തടസ്സങ്ങൾ കണ്ടോൺമെന്റ് ഹൌസിലേക്ക് മാറാൻ കഴിയാത്തതുണ്ട് എന്ന് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ദ്രുതഗതിയിൽ ഈ ക്ലിഫ് ഹൌസിലുള്ള പണികൾ പൂർത്തിയാക്കുകയും വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് മാറുകയും ചെയ്തത്. 6 മണിയോടെ ഇവിടെ എത്തുകയും ലളിതമായ ചടങ്ങുകളോടെ ഗൃഹപ്രവേശനം നടത്തുകയും ചെയ്യുമെന്നാണ് നേരത്തെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ 6 മണി കഴിഞ്ഞു. ഏകദേശം 6:45ഓടെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും കണ്ടോൺമെന്റ് ഹൌസിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ തന്റെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ നിന്നും ഉടൻ തന്നെ കണ്ടോൺമെന്റ് ഹൌസിലേക്ക് മാറാനുള്ള സാഹചര്യം കൂടി നിലവിൽ തുറന്നു വന്നിരിക്കുകയാണ്. പ്രഭുത, ശരി. അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.